അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു യാസീൻ 63 ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി തജ്വീദ് മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് 64-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. തജ്വീദ് നിയമം. ഇസ്ലൗഹ, ഇവിടെ നോക്കൂ, ഹംസത്തുൽ വസിൽ സ്റ്റാർട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചതാണ് ഹംസത്തുൽ വസിൽ ഒരു ആയത്തിൻ്റെ ആരംഭത്തിൽ തുടക്കത്തിൽ വരികയാണെങ്കിൽ അതിന് ശബ്ദം ഉണ്ടാവും. പക്ഷേ ഹംസത്തുൽ വസിൽ ഒരായത്തിൻ്റെ നടുക്കാണ് വരുന്നതെങ്കിൽ അതിന് ശബ്ദം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഹംസത്തുൽ വസിലിൻ്റെ ശബ്ദം എന്താണ്? ഈ എന്നുള്ള ശബ്ദമാണ്. ഇസ്ലൗഹൽ യൗമ, ഇസ്ലൗഹൽ യൗമ. ഇവിടെ ഹാന നീട്ടാനുണ്ട് അല്ലേ. നമ്മൾ പക്ഷെ അവിടെ ഹാന നീട്ടുന്നില്ല. കാരണം ഹംസത്തുൽ വസിലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ അവിടെ നീട്ടില്ല, പകരം കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. ഇസ്ലൗഹൽ യൗമ. ഓക്കെ. ബിമ, ബിമ രണ്ടനക്കം നീട്ടി വായിക്കുക. അലിഫ് മദ് മീമിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ബിമാ കുൻതും, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. നമ്മൾ നൂൻ്റെ മുകളിൽ സുക്കൂന് കാണുകയാണെങ്കിൽ നമുക്ക് കുൻ എന്നോതാം. പക്ഷെ ഇവിടെ കുൻ എന്ന് നമ്മൾ ഓതിക്കൊടുക്കൂല. ആ നൂനിനെ മറച്ച് പിടിച്ച് മണിച്ചോദണം. കുൻതും. ഓക്കെ. തക്ഫുറൂൻ. തെക്, കാഫിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. കാരണം കാഫ് കൽക്കലയുടെ ലെറ്റർ അല്ല. കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രമാണ് ഫുള്ള് സുക്കൂന് കൊടുക്കാൻ പാടുള്ളൂ. അത് ഓർമ്മ വേണം കേട്ടോ. ഇവിടെ കാഫ് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കാഫിന്. ഓക്കെ. തക്ഫുറൂൻ. ഓക്കെ. തക്ഫുറൂൻ ഇവിടെ നീട്ടി ഓതുക കേട്ടോ. മദ് ആരിലാണ്. മദ് ആരിലിൻ്റെ നിയമം നമുക്കറിയാവുന്നതാണ് അല്ലേ. 2 അല്ലെങ്കിൽ 6 അക്ഷരത്തിൻ്റെ അളവിൽ നമുക്ക് നീട്ടി ഓതിക്കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് 65-ാമത്തെ ആയത്ത്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. അൽ യൗമ, ഇവിടെയും ഹംസത്തുൽ വസിൽ സ്റ്റാർട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് അല്ലേ. ഹംസത്തുൽ വസിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ അതിന് ശബ്ദം ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ഹംസത്തുൽ വസിലിൻ്റെ ശബ്ദം അ എന്നാണ്. അൽ യൗമ നഖ്തിമു. ഇവിടെയൊക്കെ യൗമ നഖ്തിമു, ഇവിടെയൊക്കെ സുക്കൂനുണ്ട് അല്ലേ. ഇവിടെയൊക്കെ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. കൽക്കലയുടെ ലെറ്റേഴ്സ് അല്ലാത്ത ലെറ്റേഴ്സിന് സുക്കൂന് വന്നാൽ നമ്മൾ അവിടെയൊക്കെ ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. നഖ്തിമു. ശ്രദ്ധിക്കണം കേട്ടോ, തൊണ്ടയുടെ അക്ഷരാണ്. നഖ്തിമു. അല, അല. ഇവിടെ ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇങ്ങനെ വന്നാൽ നമ്മളൊരു നിയമത്തിൻ്റെ പേര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? ഒരു പദത്തിൽ മദ്ദും മറ്റൊരു പദത്തിൽ ഹംസയും വരുമ്പോൾ മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ. ഇവിടെ നമ്മൾ എത്രയാണ് ദീർഘിപ്പിക്കേണ്ടത്? 2 മുതൽ 4 ഹറക്കത്തിൻ്റെ അളവ് വരെ നമുക്ക് ദീർഘിപ്പിച്ചോതാം. 2 അനക്കം മുതൽ 4 അനക്കം വരെ ദീർഘിപ്പിച്ചോതാം. ഓക്കെ. അഫ് വാൻ്റെ ഇവിടെ നോക്കൂ, അലിഫ് മദ് ഉണ്ട് അല്ലേ. 2 അനക്കം നീട്ടി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ ഫഇന് സുക്കൂനുണ്ട്. അഫ്, അഫ് ഹാഫ് സുക്കൂന് മതി കേട്ടോ. അഫ് വാഹിഹിം വതുകല്ലിമുനാ. വതുക, കാഫിന് നമ്മൾ എപ്പോഴും പറയലുണ്ട് ഒരു ചെറിയൊരു ചെരിവ് വേണം കേട്ടോ. വതുകല്ലിമുന എന്ന് ഓതരുത്. വതുകല്ലിമുന. ഓക്കെ. ലാമിന് ശ്രദ്ധയുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. തുകല്ലിമുന. ഇവിടെ മദ്ദുണ്ട്. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. നമ്മൾ ഇതാ ഇവിടെയുള്ള അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ എത്രയാണ് അളവ് ഇവിടെ ദീർഘിപ്പിക്കുക?
രണ്ടനക്കം മുതൽ 4 അനക്കം വരെ. ഓക്കെ, ഇതിന് പറയുന്ന പേരെന്താണ്? മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ. ഓക്കെ. ഐദീഹിം, ഇവിടെ ഈ മദ് ഉണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഐദീഹിം, ഐദീഹിം വ്യക്തമാക്കി ഉച്ചരിക്കണം കേട്ടോ, വ്യക്തമാക്കാതെ അവിടെ പോവരുത്. ഐദീഹിം വതഷ്ഹദു. ഓക്കെ, വതഷ്ഹദു. വാവ് പറയുമ്പോൾ നമ്മൾ ചുണ്ട് കൂർപ്പിച്ച് പറയണം കേട്ടോ. വ മലയാളത്തിൽ പറയുന്നത് പോലെ വ അല്ല കേട്ടോ, വ. ഓക്കെ, വതഷ്ഹദു. ഷീനിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട്, ഹഫ് സുക്കൂനാണ് കൊടുക്കേണ്ടത് കേട്ടോ. വതഷ്ഹദു, വതഷ്ഹദു അർജുലുഹും, അർജുലുഹും, അർജുലുഹും ബിമാ. ഇവിടെ നോക്കൂ, മീമിൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ, മീമിൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട നിയമം എന്ന് പറഞ്ഞാൽ ആ മീമിനെ അവിടെ വ്യക്തമാക്കരുത്, അവിടെ അവ്യക്തമാക്കണം. ആ മീമിനെ അർജുലുഹും എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു സുക്കൂന് വേണ്ടേ, അവിടെ സുക്കൂനില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആ മീമിനെ മറച്ച് പിടിച്ച് മണിച്ചോദനം. അപ്പോൾ എങ്ങനെ ഓതും? അർജുലുഹും ബിമാ. ഓക്കെ, അർജുലുഹും ബിമാ. ഓക്കെ, ബിമാ ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ബിമാ കാനു, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കുക. സാധാരണ മദ്ദാണ് ഇതൊക്കെ. ഇതാ കാനു, ഇവിടെയൊക്കെ സാധാരണ മദ്, രണ്ടനക്കം നീട്ടി കൊടുക്കുക. കാനു യക്സിബൂൻ. യക്, യക് കാഫിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. യക്സിബൂൻ, യക്സിബൂൻ. മദ് ആരിൽ, നന്നായിട്ട് നീട്ടി ഓതുക കേട്ടോ. അടുത്തതായിട്ട് 66-ാമത്തെ ആയത്ത്. വലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം ഫസ്തബഖുസ് സിറാത അന്നാ യുബ്സിറൂൻ. തജ്വീദ് നിയമം നോക്കാം. വലൗ നശ, നമ്മൾ പറഞ്ഞതാണ്, വാവ് ചുണ്ട് കൂർപ്പിച്ച് പറയണം കേട്ടോ. വലൗ നശാഉ, ഇവിടെ നോക്കൂ, നശാഉ ഒറ്റ പദത്തിൽ, മദ്ദിന് ശേഷം ഹംസ ഒറ്റ പദത്തിലാണ് വന്നിട്ടുള്ളത്, 2 പദത്തിലല്ല, ഒറ്റ പദത്തിൽ. ഇവിടെ നമ്മൾ ദീർഘിപ്പിക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ 4 അല്ലെങ്കിൽ 5 ഹറക്കത്തിൻ്റെ അളവിൻ്റെ അത്രയും ദീർഘിപ്പിക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. ഓക്കെ, ഇതിന് ഒരു പേര് പറയും, മദ് മുത്തസിൽ. മദ് മുത്തസിലാണിത്. ഓക്കെ, ലതമസ്ന, ല ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ത. ഓക്കെ, ലത്ത എന്ന് പറയരുത്, ത അല്ല, ത. ഓക്കെ, ലതമസ്ന, സീന് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അല, അല അയുനിഹിം, ഇവിടെ മദ് മുൻഫസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവ് വരെ നമുക്ക് ദീർഘിപ്പിച്ചോതാവുന്നതാണ്. അല അയുനിഹിം, അല അയുനിഹിം, ഇങ്ങനെ 2 മുതൽ 4 വരെ അളവിൽ നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഐന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അയുനിഹിം ഫസ്തബഖു, ഹംസത്തുൽ വസ്ൽ ഫന്റെ കൂടെ വന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ഫസ്ത, ഹഫ് സുക്കൂന് കൊടുക്കുക. ഫസ്തബഖു സിറാത്ത, ഫസ്തബഖു, ഇവിടെ നോക്കൂ, ഓഫിന് നീട്ടാനുണ്ട്, ഫസ്തബഖു എന്ന് നീട്ടാനുണ്ട്. പക്ഷെ അവിടെ നീട്ടി ഓതില്ല. കാരണം എന്താ? നമുക്കറിയാവുന്നതാണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഹംസത്തുൽ വസലിൻ്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ, നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ നീട്ടില്ല, പകരം കൂട്ടിച്ചേർത്ത് ഓതും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓതും? ഫസ്തബഖു സിറാത്ത, സ്വാദിനെ നോക്കൂ, പിന്നെ ശ്രദ്ധയുണ്ട്, കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. സിറാത്ത, സിറാത്ത എന്ന് ഓതരുത് കേട്ടോ. റോനെ ഒന്ന് ഉയർത്തി പറയണം, ഒന്ന് ഹെവിയാക്കി പറയണം. റോ, 2 അനക്കം നീട്ടുകയും വേണം കേട്ടോ. അലിഫ് മദ് വന്നിട്ടുണ്ട് കൂടെ. സിറാത്ത, നമ്മൾ പറഞ്ഞൂല്ലേ, തൊ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ തൊനെ ഒന്ന് ഉയർത്തി പറയേണ്ട ലെറ്ററാണ് തൊ. സിറാത്ത.
ഫഅന്ന ഫഅന്ന. ഇവിടെ നോക്കൂ, നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. നന്നായിട്ട് ഒന്ന് മണിച്ചൊടുക്കുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യാം. ഓക്കെ. ഫഅന്ന യുബ്സിറൂൻ. യുബ്, ബന് സുക്കൂനുണ്ട്, ഫുള്ള് സുക്കൂന് കൊടുക്കണം. കാരണം എന്താണെന്നറിയോ, ബ കൽക്കലയുടെ ലെറ്ററാണ്, അതുകൊണ്ട് തന്നെ ഫുള്ള് സുക്കൂൻ അവിടെ കൊടുക്കണം കേട്ടോ. യുബ് യുബ്സിറൂൻ. മദ് ആരിലാണ്, നന്നായിട്ട് നീട്ടി ഓതി നിർത്തുക കേട്ടോ. 67ാമത്തെ ആയത്ത് ഓതി നോക്കാം. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. വലൗ നശാഉ. വലൗ, വ നമ്മൾ പഠിച്ചതാണ്, ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചിട്ട് വേണം വാവിനെ ഉച്ചരിക്കാനായിട്ട് കേട്ടോ. വലൗ നശാഉ, ഒറ്റപ്പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഇപ്പം നമ്മൾ ഇവിടെ ഒരു നിയമം പറയുമല്ലോ, എന്തായിരുന്നു? മദ് മുത്തസിൽ. ഒറ്റപ്പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നാൽ, ഒറ്റപ്പദത്തിൽ വന്നാൽ മദ് മുത്തസിൽ എന്ന് പറയും. ഇവിടെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ നമ്മൾ നീട്ടി ഓതണം. ഓക്കെ. ലമസഖ്നാഹും. ലമസഖ്, ൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, അവിടെ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ലമസഖ് നാഹും. നാൻ്റെ ഉള്ളിലൊരു കുഞ്ഞലിഫുണ്ട്, സാധാരണ മദ് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ലമസഖ്നാഹും. മീമിനെ ഇവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഹും. അല. അല, ലാൻ്റെ ഉള്ളിൽ ഒരു അലിഫുണ്ട്, അവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണം. അല. അ. അ തൊണ്ടയുടെ അക്ഷരമാണ് കേട്ടോ, തൊണ്ടയെന്ന് വരണേ. അല. മകാനതിഹിം. മക, മീമിനെയും ഒരു ചെരിവ് മീമിന് വേണം. മക്കാനത്തി എന്നല്ലോ ഇത്. മ ചെറിയൊരു ചെരിവ് വേണം. അതുപോലെ കാഫിനും മക. ഓക്കെ. മക, കാഫിന് രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. മകാനതിഹിം ഫമാൻ അവിടെ നീട്ടാണ്ട്, പക്ഷെ അവിടെ നീട്ടില്ല. കാരണം എന്തായിരുന്നു? നമ്മൾ പഠിച്ചൂലേ, ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ നീട്ടില്ല. ഓക്കെ. അപ്പോൾ കൂട്ടിച്ചേർത്ത് ഓതും. തോൻ്റെ ഉള്ളിൽ ഒരു അലിഫുണ്ട് അല്ലേ, തോനെ ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് തോ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. തോ. അയിനിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെ ഇയാൾക്ക് നമ്മൾ പറഞ്ഞതാണ്, ഇയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു ശബ്ദവും ഇല്ല ആയത്തിൻ്റെ നടുക്ക് വരുമ്പോൾ കേട്ടോ. മുളിയം വല. മുളി, ദ്വാദാണ്, ദ്വാദ്. മുളിയ, ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ദ്വാദ്. ദ്വാദ്, അപ്പം ഉയർത്തി പറയണം കേട്ടോ. മുളിയം വല. തൻവീന് ശേഷം തൻവീന് ശേഷം വാവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ച് കൂട്ടിച്ചേർക്കും അല്ലേ. ഇവിടെ യനെ ഒന്ന് കനപ്പിക്കുകയും വേണം, യന് ശ്രദ്ധയും ഉണ്ട്. ഓക്കെ. അപ്പോൾ മുളിയം വല. ഓക്കെ. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. വല, ലാനെ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. അവിടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. വല യർജിഊൻ. മദ് ആരിദ്, നന്നായിട്ട് നീട്ടി ഓതുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.